പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തെ പല പ്രദേശങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് അള്ളാഹുവിന്റെ അതിഥികളായി അവരുടെ കുടുംബത്തെ, നാടിനെയെല്ലാം പ്രതിനിധീകരിച്ച് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിയ്യത്ത് ചെയ്ത് പുണ്യമായ ഹറമുകളിലേക്ക് ധാരാളം ഹാജിമാർ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ്, അവന്റെ അതിഥിയായിട്ടാണ് ഓരോ ഹാജിയും പരിശുദ്ധമായ ഹറമിലേക്ക് എത്തുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഗവൺമെന്റിന്റെ സെലക്ഷനിൽ പെട്ട ഹാജിമാർ, അവർക്ക് കൃത്യമായ ഡേറ്റുകൾ കിട്ടിയിട്ടില്ലെങ്കിലും എല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അവരുടെ രേഖകളും യാത്രാ സാമഗ്രികളുമൊക്കെ കൃത്യമായ നിലയിൽ അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഹാജിമാരായ സഹോദരങ്ങൾ, ഹാജമാരായ സഹോദരിമാർ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് യാത്രയാകുന്നവർ, അയൽവക്കത്ത് നിന്ന് യാത്രയാകുന്നവർ, നമ്മളുടെ വീടുകളിൽ വന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും അവരോട് നമ്മളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ഒരു യാത്രയ്ക്ക് മുന്നോടി എന്ന നിലയിൽ യാത്രയയപ്പിന് വേണ്ടിയും ദുആയ്ക്ക് വേണ്ടിയും മജ്ലിസുകളും ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം പുറപ്പെടുന്ന മുഴുവൻ ഹാജിമാർക്കും ഹാജമാർക്കും അവന്റെ പൊരുത്തത്തിലായി അമലുകൾ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ധാരാളം ആളുകൾക്ക് ഈ വർഷം ഗവൺമെന്റിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം ഹാജിമാർ അൽഹംദുലില്ലാഹ് പുറപ്പെടുന്നുണ്ട്. സന്തോഷകരമായ അത്തരം മജ്ലിസുകളിൽ പങ്കെടുക്കുമ്പോൾ, ദുആകളിൽ പങ്കെടുക്കുമ്പോൾ ഹജ്ജിനെ കുറിച്ച് ഉണർത്തപ്പെടുന്നതും ഹജ്ജിന് നിയ്യത്ത് ചെയ്തിരിക്കുന്ന പരിശുദ്ധമായ ഹറമുകളുടെ സന്ദർശനം സ്വപ്നം കണ്ടിരിക്കുന്ന, എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് അവിടേക്ക് എത്താൻ കഴിയാതെ പോകുന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹവും ഹജ്ജിലേക്കുള്ള താല്പര്യവും ഒക്കെ വർദ്ധിക്കുന്ന സമയവും കൂടിയാണിത്. അങ്ങനെയും ഇതിനിടയിൽ ഒരുപാട് സഹോദരങ്ങൾ ജീവിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അവസരങ്ങൾ ഉണ്ടായിട്ട് പിന്നെയാവട്ടെ എന്നാലോചിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളും നമുക്കിടയിലുണ്ട്. ധാരാളം സൗകര്യങ്ങളുണ്ട്, അവിടെ എത്താനുള്ള വഴികളും സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ അതൊന്നും ആലോചിക്കാനുള്ള സമയമായിട്ടില്ല, പ്രായമായിട്ടില്ല. അതല്ലെങ്കിൽ സാധാരണ നിലയിൽ പറയപ്പെടാറുള്ളതുപോലെ മക്കളുടെ ആവശ്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല, ദുനിയാവിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതുമല്ലെങ്കിൽ രസകരമായ മറ്റൊരു കാരണം സാധാരണ പറയപ്പെടുന്നത്, ഹജ്ജിന് പോയിട്ട് വന്നാൽ പിന്നെ നന്നായിട്ടൊക്കെ ജീവിക്കണ്ടേ, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാവാം എന്നൊക്കെയുള്ള വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവസരങ്ങൾ ഉണ്ടായിട്ടും ഹജ്ജിനെ പറ്റി ചിന്തിക്കാതിരിക്കുന്ന പല സഹോദരങ്ങളും നമുക്കിടയിലുണ്ട്. ഇന്ന് ഈ ജുമാഅയുടെ സന്ദേശ വേളയിൽ ഹജ്ജിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനങ്ങൾ ഒരുക്കി തന്നിട്ട് അതിന് തയ്യാറാകാതിരിക്കുന്ന, അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്ന ആളുകളെക്കുറിച്ച്
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിൽ തന്നിരിക്കുന്ന താക്കീതുകളെ പറ്റി മാത്രമാണ് പറയുന്നത്. ഹജ്ജിന്റെ ഫളായിലുകളല്ല. അത് ആഴ്ചകളോളം പറയാനുണ്ട്. ഹജ്ജിലൂടെ ഒരു ഹാജി നേടിയെടുക്കുന്ന ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പാഠമായി സ്വീകരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവുമല്ല. അതും ധാരാളം പറയാനുണ്ട്. ഹാജിമാർക്കുള്ള ഉപദേശങ്ങളുമല്ല. മറിച്ച് ഹജ്ജിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനങ്ങൾ നൽകുകയും സൗകര്യങ്ങൾ നൽകുകയും എന്നിട്ടും അതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്ന, പിന്നെയാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി അതല്ല, ഇപ്പോഴൊന്നും അതിന്റെ സമയമായിട്ടില്ല, ഹജ്ജൊക്കെ പിന്നെ മതി എന്ന നിഷേധഭാവത്തിലിരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് ഹദീസുകളിൽ വന്നിരിക്കുന്ന താക്കീതുകൾ അത് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, അമലുകൾ, ഇബാദത്തുകൾ രണ്ട് നിലയിൽ പണ്ഡിതന്മാർ അതിനെ തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഇബാദത്തുകളാണ്, ബദനിയായ ഇബാദത്തുകൾ എന്ന് പറയും. അവിടെ സമ്പത്തിനോ മറ്റു കാര്യങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ ഒന്നും വലിയ പ്രസക്തിയില്ല. ആരോഗ്യമുണ്ടോ, ചെയ്തിരിക്കണം. അങ്ങനെ കുറെ അമലുകളുണ്ട്. നമ്മുടെ നിസ്കാരവും നമ്മൾ റമദാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പുമെല്ലാം ഒരു മനുഷ്യന്റെ ആരോഗ്യവുമായി, മുഅ്മിനീങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇബാദത്തുകളാണ്. അതിന് സാധാരണ നിലയിൽ ബദനിയായ ഇബാദത്തുകൾ എന്ന് പറയും, ശാരീരികമായ ഇബാദത്തുകൾ. അത് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മറ്റ് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരോഗ്യം ഓക്കെയാണെങ്കിൽ, ബദൻ ഓക്കെയാണെങ്കിൽ, ശരീരം ഓക്കെയാണെങ്കിൽ ആ അമലുകൾ ചെയ്തിരിക്കണം. എന്റെ കയ്യിൽ അധികം പൈസയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാതിരുന്നത് എന്ന് പറയാൻ പറ്റില്ല. എന്റെ കയ്യിൽ സൗകര്യങ്ങൾ, സംവിധാനങ്ങളില്ല, അതുകൊണ്ടാണ് ഞാൻ നോമ്പ് പിടിക്കാതിരുന്നത് എന്നും പറയാൻ പറ്റില്ല. നിന്റെ ശരീരം ഓക്കെയാണെങ്കിൽ ഈ അമലുകൾ ചെയ്തിരിക്കണം. ചില അമലുകൾ ബദനിയാണ്, എന്നാൽ മറ്റു ചില അമലുകൾ അത് സാമ്പത്തികവുമായി ബന്ധപ്പെടുന്ന അമലുകളാണ്. മാലിയായ ഇബാദത്തുകൾ എന്ന് പറയും, വിശദീകരിക്കുന്നില്ല. മാലിയായ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ശരീരത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, നമ്മുടെ സമ്പത്തിനാണ് പ്രസക്തി. അത്തരം ഇബാദത്തുകളിൽ പെട്ടതാണ് സക്കാത്തും സക്കാത്തിന്റെ ഉപവിഭാഗങ്ങളായ മറ്റു പല അമലുകളും. അവിടെ നമ്മുടെ ശരീരത്തിന് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സക്കാത്ത് കൊടുക്കാത്തത് എന്ന് പറയാൻ പറ്റുമോ? സക്കാത്ത് മാലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്, സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതിനെ മാലിയായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെടുത്തും. എന്നാൽ ഹജ്ജ് എന്ന് പറയുന്ന അമലിനെ പണ്ഡിതന്മാർ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടും കൂടി ചേർന്ന അമൽ എന്നാണ്. അത് ശാരീരികം മാത്രമല്ല, സാമ്പത്തികം മാത്രവുമല്ല. അതിൽ ശാരീരികവുമുണ്ട്, സാമ്പത്തികവുമുണ്ട്. ബദനിയും മാലിയുമായ ഇബാദത്തുകളിൽ പെട്ടതാണ് ഹജ്ജ്. ശരീരവും ഒക്കെ ആയിരിക്കണം, സമ്പത്തും ഒക്കെ ആയിരിക്കണം. അവിടെ എത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അവിടെ ചെന്ന് അമലുകൾ, ഇബാദത്തുകൾ ചെയ്യാനുള്ള ആരോഗ്യപരമായ ഉറപ്പും ഉണ്ടാവണം. ആരോഗ്യപരമായി ഒരാൾക്ക് കഴിവില്ല, സാമ്പത്തികം ഇഷ്ടം പോലെയുണ്ട്, ഹജ്ജ് അയാൾക്ക് നിർബന്ധമാകുന്നില്ല. ശാരീരികമായൊക്കെ ഓക്കെ, പെർഫെക്റ്റ് ആണ്, അതിന് ബലഹീനതയൊന്നുമില്ല. പക്ഷെ അവിടെ എത്താനുള്ള സാമ്പത്തികമായ സംവിധാനങ്ങളില്ല, അവനും ഹജ്ജ് നിർബന്ധമാവുകയില്ല. ബദനിയും മാലിയുമായ ഇബാദത്തുകളിൽ പെട്ടതാണ് ഹജ്ജ് എന്ന് പറയുന്ന അമൽ. അതുകൊണ്ട് ഇബാദത്തുകളെ തരംതിരിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഈ രണ്ട് ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന അമലായതുകൊണ്ട് തന്നെ മറ്റേ അമലുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതയുള്ള അമലാണ് എന്ന് ഹജ്ജ് എന്ന് പറയുന്ന അമലിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ശാരീരികമായി സൗഖ്യമുള്ള, സാമ്പത്തികമായി സൗകര്യമുള്ള ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമായി അവൻ തീർച്ചയായും പരിശുദ്ധമായ ഹറമിലേക്ക് എത്തണം. എത്രയും വേഗത്തിൽ അവൻ ആ അമലുകൾ പൂർത്തീകരിക്കണം. അത് പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കുന്നത് പോലും പാപമാണ്, തെറ്റാണ് എന്നാണ് വിവിധ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഹജ്ജ് നിർബന്ധമായി
ഈ രണ്ട് നിലയിലും അവന് സൗഖ്യമുണ്ട്. അവനിനി ഹറമിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ അവന് ഏറ്റവും അടുത്ത ഭാവിയിൽ തന്നെ ഹറമിൽ എത്താനുള്ള സംവിധാനമുണ്ട്, സൗകര്യവുമുണ്ട്. ചെന്ന് ചെയ്യാനുള്ള അമലുകളും ഇബാദത്തുകൾക്കുമുള്ള ആരോഗ്യവും അവന്റെ കയ്യിലുണ്ട്. പക്ഷെ അവൻ വിചാരിക്കുകയാണ് ഈ വർഷം പോകണ്ട, അടുത്ത വർഷം ആവട്ടെ. ഈ പിന്തിപ്പിക്കുന്നത് തന്നെ അവൻ പാപിയായി തീരാൻ മതിയായതാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പിന്തിപ്പിക്കൽ തന്നെ അവൻ പാപിയായി തീരാൻ മതിയായതാണ്. ഹജ്ജ് നിർബന്ധമാകുന്നത് ഫൗറൻ ആണോ, ഇനി അതല്ല ഒരൽപ്പം തറാഹിയോടുകൂടിയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉടനെ ഹജ്ജ് നിർബന്ധമാകുമോ, അതല്ല സാവധാനമാണോ ഹജ്ജ് നിർബന്ധമാവുക? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവറുകൾ ഒഴികെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും ഏക അഭിപ്രായമാണ് ഹജ്ജിനു വേണ്ടിയിട്ടുള്ള ശാരീരികവും സാമ്പത്തികവുമായ സൗകര്യം ഒരാൾക്കുണ്ടായാൽ അവൻ ഉടനെ തന്നെ പരിശുദ്ധമായ ഹജ്ജിന് തയ്യാറായിരിക്കണം. ഹജ്ജിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവൻ ഒരുക്കണം. അതിനുവേണ്ടി അവൻ പുറപ്പെട്ടിരിക്കണം. പിന്തിപ്പിച്ചാൽ പിന്തിപ്പിക്കുന്ന ഓരോ വർഷത്തിനും ഓരോ ഹജ്ജ് കഴിയുമ്പോഴും അവന്റെ പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി അടക്കമുള്ള ജംഹൂറുൽ ഉലമ അഭിപ്രായപ്പെടുന്നത്. മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. പിന്തിപ്പിക്കും തോറും അവൻ പാപിയായിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയിൽ അവന്റെ മരണം സംഭവിച്ചാൽ പാപിയായ അവസ്ഥയിലായിരിക്കും അവന്റെ മരണം ഉണ്ടാവുക. എന്നാൽ അതിൽ ഈ തിരുത്തിന്റെ ചെറിയൊരു ഭാവമുള്ളത് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിന്റെ അഭിപ്രായത്തിൽ മാത്രമാണ്. പിന്തിപ്പിക്കുന്നത് കൊണ്ട് ഒരാൾ പാപിയായി തീരുകയില്ല, പക്ഷേ അവൻ ഏറ്റവും ശ്രേഷ്ഠമായതിനെ നഷ്ടപ്പെടുത്തുന്നവനായി തീരും എന്ന് പറയുന്ന ഒരു അഭിപ്രായം മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവറുകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജ് യാത്രയെ വിശദീകരിച്ചുകൊണ്ട് ഒരു അഭിപ്രായമായി രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ പണ്ഡിതന്മാരും എഴുതിയിരിക്കുന്നത് പിന്തിപ്പിക്കും തോറും പിന്നീടാവട്ടെ എന്ന് ചിന്തിക്കും തോറും അവൻ പാപിയായിക്കൊണ്ടേയിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അതിൽ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഏക അഭിപ്രായക്കാരാണ്. എന്താണ് കാരണമെന്ന് അവർ എഴുതുന്നത്, വിശുദ്ധമായ ഹജ്ജ് എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കർമ്മമാണ്. അതിനുള്ള സംവിധാനം അയാൾക്കുണ്ടായിട്ടുണ്ട്. കാരണമില്ലാതെ അടിസ്ഥാനമായ ആ ഫർളിനെ പിന്തിപ്പിക്കൽ, അഥവാ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്ന് പറയുന്ന ഹദീസിലൂടെയും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവറുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ അമലുകളുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ ഹജ്ജിനെ ഉൾപ്പെടുത്തിക്കൊണ്ടും വിവിധങ്ങളായ ഹദീസുകളിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ഫർളുകളിൽ പെട്ടതായി ഹജ്ജിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടും അയാൾ ഹജ്ജിന് തയ്യാറാകാതിരുന്നാൽ, അതിനെ അയാൾ പിന്തിപ്പിച്ചാൽ, അടിസ്ഥാനപരമായി നിർബന്ധമായ കാര്യത്തെ പിന്തിപ്പിച്ചതിന്റെ പേരിൽ അയാൾ പാപിയായി തീരുമെന്ന് പ്രമുഖ പണ്ഡിതന്മാർ, ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹജ്ജ് നിർബന്ധമാകുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ആയത്താണ് സഹോദരങ്ങളെ. ഈ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന ആയത്ത്. ഈ ആയത്ത് ഹജ്ജ് നിർബന്ധമായിട്ടും പിന്നീടാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഒന്ന് ഗൗരവത്തിൽ കേൾക്കേണ്ടതുണ്ട്. ആയത്തിന്റെ ഞാൻ ഓതിയ ഈ ഭാഗത്തിൽ അത്രയും മാത്രമേ അതിനർത്ഥമുള്ളൂ. തീർച്ചയായും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ, മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നവർക്ക് നിർബന്ധമായ കാര്യമാണ്. പക്ഷെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിയില്ല കേട്ടോ. അവിടെ ആ ആയത്തിന് ഫുൾ സ്റ്റോപ്പ് അല്ല. തൊട്ട് ശേഷം ആ ആയത്ത് അവസാനിക്കുന്നത് ഈ ഒരു വാക്കോടുകൂടിയാണ്. ആ വാക്ക് ഇങ്ങനെയാണ്, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ എന്നാണ്. വമൻ കഫറ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അത് പറഞ്ഞാൽ ആര് ഹജ്ജിനെ നിഷേധിക്കുന്നോ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ,
തീർച്ചയായും അള്ളാഹുവിന് ഒരുത്തന്റെയും ആവശ്യമില്ല, ഈ രണ്ട് ലോകങ്ങളുടെയും ആരുടെയും ആവശ്യം അള്ളാഹുവിനില്ല എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല അതിനെ അവസാനിപ്പിക്കുന്നത്. ഈ വമൻ കഫറ എന്ന വാക്ക് ഈ ആയത്തിന്റെ കീഴിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഇമാം സുയൂത്തി റഹിമഹുല്ല, ഇമാം ഹസൻ ബസ്വരി റഹിമഹുല്ല, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആര് ഹജ്ജിനെ നിഷേധിച്ചാൽ എന്നല്ല, ഒമൻ ലം യഹുജ്ജ്, ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ് ആര് ഹജ്ജ് ചെയ്യാതിരിക്കുന്നു. അവിടെ ഒമൻ കഫറ എന്ന വാക്കിന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന വിശദീകരണം ആര് ഹജ്ജിന് തയ്യാറാകുന്നില്ലയോ അവന്റെ ഒന്നും ഒരാവശ്യവും അള്ളാഹുവിനില്ല എന്നാണ് പല തഫ്സീറുകളിലും മുഫസ്സിരീങ്ങൾ, ഞാൻ ഈ പറഞ്ഞ മുഫസ്സിറുകളല്ലാതെ ധാരാളം മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ചെയ്യാൻ പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തെങ്കിലും കൂടാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അല്ലാഹു ആണ് കേട്ടോ. ഒമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ശക്തമായ താക്കീതുകളുണ്ട് സഹോദരങ്ങളെ. ഈ പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരെ കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത്. നിഷേധിക്കുന്നവർ, ഹജ്ജ് ചെയ്യാതിരിക്കുന്നവർ, അവരുടെ താക്കീതുകളും അതിൽ പറഞ്ഞിരിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ വേറെയാണ്. പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ, അവർക്കുള്ള താക്കീതുകളാണ് ഈ പറയുന്ന ആയത്തുകളുടെ വിശദീകരണം. ഇപ്പൊ വേണ്ട, മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രായമായിട്ടില്ല, നേരത്തെ പറഞ്ഞല്ലോ. ചില ആളുകളുടെ കാരണങ്ങൾ സഹോദരങ്ങളെ, അത് കേൾക്കുമ്പോൾ തമാശ പോലെ തോന്നുമെങ്കിലും മനുഷ്യൻ ഇങ്ങനെയും കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകും. അഥവാ ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി മര്യാദക്കൊക്കെ നടക്കണ്ടേ, ഇച്ചിരി സൂക്ഷ്മതയോടെയൊക്കെ ജീവിക്കണ്ടേ. ഇതുവരെ കച്ചവടം ചെയ്തതുപോലെ ഒന്നും കച്ചവടം ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതാണ്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഹലാലാണ്, ഹജ്ജ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് ഹറാമായി തീരുകയുള്ളൂ. അതുകൊണ്ട് പിന്നീടാവട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ, ഇത്തിരി പ്രായമാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ. ആരെങ്കിലും പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനത് ധൃതിയിലാക്കട്ടെ, അതിലവൻ സാവധാനം കാണിക്കരുത്, പിന്നെയാവട്ടെ എന്നവൻ ചിന്തിക്കരുത്. ഫലിയതഅജ്ജൽ, അവൻ ധൃതിയിൽ തീരുമാനമെടുക്കട്ടെ, വേഗം തീരുമാനമെടുക്കട്ടെ. എത്രയോ ഹജ്ജ് യാത്രയയപ്പുകളിൽ പങ്കെടുക്കുന്നു സഹോദരങ്ങളെ, ഹാജിമാരോടുള്ള എത്രയോ വസിയ്യത്തുകൾ കേൾക്കുന്നു, അവരുടെ കണ്ഠമിടറിയ സംസാരങ്ങളെ എത്രയോ നാളുകളായി കേട്ടു തുടങ്ങിയിട്ട്. അവർ നമ്മളോട് യാത്ര പറയുമ്പോൾ വിതുമ്പുന്നത് എത്ര തവണയായി നമ്മളുടെ ചെവികൾ കൊണ്ട്, കർണപുടങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കുന്നു. നമ്മുടെ മനസ്സ് തട്ടിയിട്ടില്ല. അത് നമുക്കത്തരം ഭാഗ്യമുണ്ടാകുന്നില്ല. ഞാനൊരു മഹ്റൂമായി പോവുകയാണോ, നന്മയിൽ നിന്ന് തടയപ്പെടുകയാണോ എന്ന ചിന്ത എന്തേ നമ്മളെ ഉണർത്തുന്നില്ല? അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നാത്തത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആര് ഹജ്ജിനെ ഉദ്ദേശിക്കുന്നോ അവൻ അത് ധൃതിയിലാക്കട്ടെ, തീരുമാനം വേഗത്തിലാക്കട്ടെ. ഓരോ ഹജ്ജ് യാത്രയിൽ പങ്കെടുക്കുമ്പോഴും സഹോദരങ്ങളെ, 1000 ശക്തിയിൽ ചോദ്യങ്ങൾ, വിരലുകൾ നമ്മുടെ നേരെ നമ്മൾ ചൂണ്ടണം. നമ്മൾ നമ്മളോട് ചോദിക്കണം, എനിക്ക് നിർബന്ധമായല്ലോ, ഞാൻ എന്തുകൊണ്ട് പോകാതിരിക്കുന്നു എന്ന്. വേഗം തീരുമാനമെടുക്കട്ടെ. ഈ വർഷം ഇനി സാധ്യമാകുമോ എന്ന് നമുക്കറിയില്ല. സാധ്യമാകാനുള്ള സാധ്യതകളും വളരെ വിരളമാണ്. അടുത്ത വർഷം എന്തായാലും പോകുമെന്ന് തീരുമാനിച്ചിരിക്കണം. അവിടെ എത്താനുള്ള സാമ്പത്തികവും ശാരീരികവുമായ സൗകര്യമുള്ളവർ ഒരു കാരണവശാലും പിന്തിപ്പിക്കാൻ പാടില്ല. അത് ഏറ്റവും ശക്തിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട സമയമാണിത്. കൂടെയുള്ളവർക്ക് ആ തൗഫീക്ക് ലഭിക്കുന്നുണ്ടല്ലോ, എനിക്കത് കിട്ടാതെ പോകുന്നല്ലോ, അതൊരു ഭാഗ്യമായി ഒന്നും കാണണ്ട. കിട്ടാതെ പോകുന്നത് ഒരു നന്മയായി ഒന്നും മനസ്സിലാക്കേണ്ട. ആര് ഹജ്ജിനെ ഉദ്ദേശിക്കുന്നു അവൻ ധൃതിയിൽ, വേഗത്തിൽ അവിടേക്ക് എത്തട്ടെ. ഫഇന്നഹു ലാ യദ്രി മാ യുഅറദു ലഹു. അവനറിയില്ല എന്താണ് അവന് വന്ന് സംഭവിക്കുക എന്നവനറിയില്ല. മിൻ മറളിൻ
അസുഖങ്ങളോ ഹാജത്തിൻ അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായ ആവശ്യങ്ങളോ ഒക്കെ അവനിലേക്ക് വരുന്നതിനു മുമ്പായി അവനവന്റെ ഫർളിനെ പൂർത്തിയാക്കട്ടെ. അസുഖം വന്നു കഴിഞ്ഞ് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനു മുമ്പ് പോകാനുള്ള അവസരമുണ്ടായിരുന്നല്ലോ, തീരുമാനമെടുക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് ഹജ്ജ് ഉദ്ദേശിക്കുന്നവർ അവരുടെ തീരുമാനം വേഗത്തിലാക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിലും ധൃതി നല്ലതല്ല. നബി തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഹദീസുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആശയമാണത്. ഒരു കാര്യത്തിലും നീ ധൃതി എടുക്കാൻ പാടില്ല. ഒരു സമാധാനം എല്ലാത്തിലും നല്ലതാണ്. ഏത് തീരുമാനം എടുക്കുമ്പോഴും ചാടിപ്പിടിച്ച് തീരുമാനം എടുക്കാൻ പാടില്ല. അതിനൊരു സാവകാശം വേണം. ഏത് കാര്യവും ഒന്ന് ഇരുത്തി ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവുള്ളൂ. അതൊരു നന്മയാണ് എന്നും അത്തരം നന്മയുള്ളവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു സാവകാശം, അത് നല്ലതാണ്. ഇല്ലാ ഫീ അഅ്മാലിൽ ആഖിറ, ആഖിറത്തിന്റെ അമലുകളിൽ ഒഴികെ എന്ന്. ആഖിറത്തിന്റെ അമലുകളിൽ ഒരിത്തിരി കഴിയട്ടെ എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും മംദൂഹല്ല, അതൊരിക്കലും സ്തുത്യർഹമായ കാര്യമല്ല. ആഖിറത്തിന്റെ കാര്യങ്ങളിൽ ധൃതി വേണം. അതിൽ സമാധാനമില്ല, അതിൽ സാവകാശമില്ല, അതിൽ ആലോചിക്കട്ടെ എന്ന് പറയാൻ പാടില്ല. അതിൽ ധൃതി കാണിക്കുകയാണ് വേണ്ടത്. അതിൽ ഒരു നിലയിലും സാവകാശം ഉണ്ടാകാൻ പാടില്ല. ഹജ്ജ് അള്ളാഹുവിന്റെ അടുക്കൽ അത്രമേൽ പവിത്രമായ അമലാണ് സഹോദരങ്ങളെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനെ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെ പറഞ്ഞു. മൂന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് ഗുണങ്ങൾ നിറഞ്ഞ ഒരു ഹജ്ജിന് തൗഫീഖ് ലഭിക്കലാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, തങ്ങളെ തറൽ ജിഹാദ് അഫ്ളൽ അഅ്മാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെ ഒരു വലിയ അമലായി, പുണ്യമുള്ള അമലായി അങ്ങ് പറയുന്നുണ്ടല്ലോ, അവലാ നുജാഹിദു ഫീ സബീലില്ലാ, ഞങ്ങൾ എല്ലാവരും ജിഹാദിന് വേണ്ടി തയ്യാറാവട്ടെ എന്ന് ചോദിക്കുമ്പോ പരിശുദ്ധ റസൂല് പറയുന്ന ഒരു മറുപടിയുണ്ട്, അഫ്ളലുൽ ജിഹാദി അൽ ഹജ്ജുൽ മബ്റൂർ. ജിഹാദിൽ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള ജിഹാദ്, ഏറ്റവും ശ്രേഷ്ഠമായത് ഗുണങ്ങൾ നിറഞ്ഞ ഒരു ഹജ്ജിന് വേണ്ടി തയ്യാറാവലാണ് എന്ന്. ഗുണങ്ങൾ നിറഞ്ഞ ഒരു ഹജ്ജിന് വേണ്ടി തയ്യാറാവലാണ്. സഹോദരങ്ങളെ, ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറയുന്നത് വലിയ ഒരു ആശയമാണ്. അതൊരു മനുഷ്യന്റെ ആത്മസംസ്കരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ പ്രക്രിയയാണ്. ഹജ്ജിന് പോകുന്നവർക്ക് ഈ മബ്റൂറായ ഹജ്ജിന് തൗഫീഖ് ലഭിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതിന് അവസരം കിട്ടിയിട്ട് പിന്നീടാവട്ടെ എന്ന് കരുതുന്നത് അത് മഹ്റൂമാകലാണ്. അങ്ങനെ തന്നെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അബ്ദൻ സ്വഹഹതു ലഹു ജിസ്മഹു, ഒരു മനുഷ്യന് അവന്റെ ആരോഗ്യം ഞാൻ നന്നാക്കി കൊടുത്തു, അവന്റെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി. വവസ്സഅതു അലൈഹി, ഞാൻ അവന്റെ സമ്പത്തിനെ വിശാലമാക്കി കൊടുത്തു. ഒരു മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഈ ഹദീസ്. എന്നോടും നിങ്ങളോടും നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസാണ്. ഒരു മനുഷ്യന് ആരോഗ്യമുണ്ട്, അവന് സാമ്പത്തികമായ സംവിധാനവുമുണ്ട്. ആ അവസ്ഥയിൽ 5 വർഷങ്ങൾ കഴിഞ്ഞു കിടന്നു. വലം യുഫിദ് ഇലയ്യ, അവൻ എന്നിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തിയില്ല. നിങ്ങൾ പറയുകയാണ് ഇന്നഹു ലമഹ്റൂം, അവൻ നന്മകൾ തടയപ്പെട്ടവനാണ്. അവന് നല്ല ആരോഗ്യം ഞാൻ നൽകി, നല്ല സമ്പത്തും നൽകി, അവൻ എന്നിലേക്ക് വരാമായിരുന്നു. പരിശുദ്ധമായ കഅബയുടെ സന്ദർശനത്തിന് അവന് തയ്യാറാകാമായിരുന്നു. ഇപ്പൊ കുറെ ആളുകൾ ചെറിയ സൂത്രം കാണിക്കുന്നുണ്ട്. ഹജ്ജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉംറയ്ക്ക് വേണ്ടി തയ്യാറാവുക. ഞാൻ ഉംറയെ വില കുറച്ച് പറയുന്നതല്ല കേട്ടോ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ, പടച്ചവൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആ കൊതിയൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഉംറയ്ക്ക് പോവാണ്.
ഹജ്ജ് നിർബന്ധമായ ഒരാൾ ഉംറ ചെയ്താൽ അവന്റെ കഅബ കാണുക എന്നുള്ള കൊതി തീരുന്നുണ്ടാവും. അവന്റെ ഫർള് വീടുമോ സഹോദരങ്ങളെ? അവന്റെ ഫർള് വീടുമോ? ഈ പറയുന്ന താക്കീതുകളിൽ നിന്ന് അവൻ മുക്തനായി തീരുമോ? അതിൽ നിന്ന് അവൻ മുക്തനായി തീരുകയില്ല. അവന്റെ കഅബ കാണാനുള്ള കൊതിയടങ്ങും. ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള തൗഫീഖ്, തീർച്ചയായും അത് തൗഫീഖ് തന്നെയാണ്. ഹനഫി മദ്ഹബിൽ ഉംറ ഒരു സുന്നത്തായ അമലാണ്. ഷാഫിഈ മദ്ഹബിൽ ജീവിതത്തിൽ അത് ഫർളാണ്. ഒരിക്കൽ ഹനഫി മദ്ഹബിൽ ഉംറ ഒരു സുന്നത്തായ അമലാണ്. ഹജ്ജ് സുന്നത്താണോ? ഹജ്ജ് സുന്നത്താണോ? ഹജ്ജ് ഫർളാണ്. ഉംറയ്ക്ക് 2 തവണ പോയതുകൊണ്ട് ഹജ്ജിന്റെ ഫർളിയത്ത് അത് വീണു പോകുമോ? എന്നിട്ടും അവന് ഹജ്ജിന് തൗഫീഖ് ലഭിക്കുന്നില്ലെങ്കിൽ വഇന്നഹു ലമഹ്റൂം, അവൻ നന്മകൾ തടയപ്പെട്ടവനാണ്. 5 വർഷം അവനത് പിന്നെയാവട്ടെ കച്ചവടം അതെന്ത് ചെയ്യും? എടോ, ഈ കച്ചവടം നൽകിയതാരാ? നിന്റെ ശരീരത്തിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നവനാരാ? ഈ കാണുന്ന മുഴുവൻ കാലുകളും 4 കാലിൽ താങ്ങി നിൽക്കുമ്പോ ഈ 2 കാലിൽ നിന്നെ ഇങ്ങനെ ലംബമാക്കി നിർത്തുന്നുണ്ടല്ലോ. ഒരു ഞരമ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ മൈന്യൂട്ടായ ഒരു ബ്ലോക്ക് വരുമ്പോ ഇക്കാണുന്ന തണ്ടും തടിയും അവിടെ തളർന്നു വീഴുകയാണ്. പിന്നീട് നീ കട്ടിലാണ്. നിനക്ക് ചലിക്കാൻ കഴിയില്ല, അനങ്ങാൻ കഴിയില്ല. നിനക്ക് ഒരു സ്പൂൺ കഞ്ഞി ഒന്ന് വാരി കുടിക്കാൻ കഴിയില്ല. നിന്റെ ശരീരം തളർന്ന അവസ്ഥയിലാണ്. അതിനു മുമ്പ് നിനക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ, നിനക്ക് സമ്പത്തും അല്ലാഹു നൽകിയിരുന്നല്ലോ. എന്തേ നീ ചിന്തിച്ചില്ല? പറയുന്നത് പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഇന്നഹു ലമഹ്റൂം, അവൻ ആ തൗഫീഖ് തടയപ്പെട്ടവനാണ്. സഹോദരങ്ങളെ, ഈ തൗഫീഖ് തടയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ജുമുഅയ്ക്ക് വന്നിരുന്നിട്ട് ഒരു പ്രസംഗം കേട്ടു പോകുന്ന ഒരു ഭാവം സാധാരണ നിലയിൽ ജുമുഅയുടെ സന്ദേശങ്ങൾക്കുണ്ട്. അത് ഉസ്താദുമാർ എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം നിലയിൽ നമുക്കൊക്കെ നല്ല ബോധ്യമുള്ള കാര്യമാണ്, എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഏതെല്ലാം ഭാഷയിൽ എങ്ങനെയെല്ലാം പറഞ്ഞാലും അത് പലപ്പോഴും ഈ പ്രസംഗം തീരുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം എന്ന അഭിപ്രായം പറയാനും കൊള്ളാം. പല ആളുകളും പല രീതിയിലും പ്രസംഗങ്ങളെ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ പറയുന്നത് ആ നിലയിലല്ല കേട്ടോ, പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തികമായ സൗകര്യം അല്ലാഹു നൽകിയിട്ട്, ശാരീരികമായ സൗഖ്യം അല്ലാഹു നൽകിയിട്ട് നിങ്ങൾ ആ ഫർള് നിങ്ങൾ വീട്ടുന്നില്ല എങ്കിൽ തീർച്ചയായും അതൊരു അപലക്ഷണം തന്നെയാണ്. അത് ഖൈറിൽ നിന്ന് തടയപ്പെടലാണ്, അത് ഹുർമത്ത് കേടാണ്. പറയുന്നത് പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചും കൂടി കടുത്ത വാക്കുകളുണ്ട്. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മലക സാദൻ വറാഹില തബ്ലുഗുഹു ഇലാ ബൈത്തില്ലാ, അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് എത്താൻ കഴിയുന്ന ആരോഗ്യവും വാഹന സൗകര്യവും ഒക്കെ ഒരാൾക്കുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പൈസ അവന്റെ കയ്യിലുണ്ട്. അവിടം വരെ യാത്ര ചെയ്യാനുള്ള സംവിധാനവും അവന്റെ കയ്യിലുണ്ട്. എന്നിട്ടും ഫലം യഹജ്ജ്, അവൻ ഹജ്ജ് ചെയ്തില്ല, അതിനെ നിയ്യത്ത് ചെയ്തില്ല, അതിനുവേണ്ടി തയ്യാറായില്ല. അത് മാത്രം അവൻ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞു. അവൻ അപ്പുറത്തെ എസ്റ്റേറ്റ് വാങ്ങുന്നതിനോ, അവന്റെ സ്ഥലം വാങ്ങിക്കൂട്ടുന്നതിനോ, 2ാമതൊരു വീട് വാങ്ങുന്നതിനോ, 4ാമത്തെ വീട് വാങ്ങുന്നതിനോ, അതിനൊന്നും അവൻ പിന്നെയാവട്ടെ എന്ന് ആലോചിച്ചില്ല. ഹജ്ജിന്റെ വിഷയത്തിൽ മാത്രം അവൻ പിന്നെയാവട്ടെ എന്ന് അന്ന് ആലോചിച്ചു. പരിശുദ്ധ റസൂൽ പറയുന്ന താക്കീത് അറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫലാ അലൈഹി അൻ യമൂത് ഇൻ ശാഅ യഹൂദിയ്യ ഔ നസ്റാനിയ്യ, അവൻ വല്ല യഹൂദിയും നസ്രാനിയുമായി മരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ഈ ഭാഷയെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നബിതങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് അവർ വിശദീകരണം എഴുതി. ഈ വിഷയത്തിന്റെ ഗൗരവം അതേ കാഠിന്യത്തിൽ ഉമ്മത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്, തഗ്ലീദിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ യഹൂദി ആവട്ടെ നസ്രാനി ആവട്ടെ എന്ന് പറഞ്ഞതല്ല.
അത്രയും കഠിനമാണ് ഈ വിഷയം എന്ന് ഉമ്മത്ത് മനസ്സിലാക്കട്ടെ എന്ന്. സംവിധാനം കയ്യിലുണ്ടായിട്ട് അവൻ വേണ്ടാന്ന് തീരുമാനിച്ചെങ്കിൽ, അവൻ പോകാൻ തയ്യാറായില്ല എങ്കിൽ അവന്റെ മരണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോട്ടെ എന്ന് പറയാൻ പേടിയാണ് സഹോദരങ്ങളെ. അത്രമേൽ താക്കീതിന്റെ വചനമാണത്. അത് സഹാബത്തിന് മനസ്സിലായിരുന്നു, താബിഈങ്ങൾക്കത് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവർ ഹജ്ജിന് സംവിധാനം ഉണ്ടായിട്ട് തയ്യാറാകാതിരിക്കുന്നവരെ അതികഠിനമായ ഭാഷയിൽ അവർ വിമർശിച്ചു. അവരുടെ തീരുമാനങ്ങളിൽ ആ കാഠിന്യതയുണ്ടായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവர்கள், ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലമാണ്. മഹാനവറുകൾ പറയുകയാണ്, ലഖദ് ഹമംതു, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അൻ അബ്അസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസാർ, ഇക്കാണുന്ന പട്ടണങ്ങളിലേക്ക് കുറെ ആളുകളെ പറഞ്ഞു വിടണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കും. ഫയൻദുറു, അവർ അന്വേഷിക്കട്ടെ, അവന് ആരെങ്കിലും കൃത്യമായ നിലയിലുള്ള സൗകര്യങ്ങളുണ്ടായി, സംവിധാനങ്ങളുണ്ടായി, എന്നിട്ടും വലം യഹുജ്ജ്, ഹജ്ജ് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കെടുത്തുകൊണ്ട് വരട്ടെ. ഫൽനദ്രിബു അലൈഹിമുൽ ജിസിയ, അവർ ഈ രാജ്യത്ത് താമസിക്കണമെങ്കിൽ ടാക്സ് എന്ന് താമസിക്കണമെന്ന് നാം തീരുമാനമെടുക്കാമെന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. ആരാണ് ഇസ്ലാമിക രാജ്യത്തിൽ ടാക്സ് നൽകി താമസിക്കേണ്ടത്? ഇസ്ലാമിക രാജ്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് ടാക്സ് ഉണ്ടോ? പറയൂ. ഇസ്ലാമിക രാജ്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് താമസിക്കുന്നതിന് ടാക്സ് ഇല്ല. എന്നാൽ ശരീഅത്തിന്റെ തീരുമാനപ്രകാരം അന്നത്തെ തീരുമാനങ്ങളിൽ സഹോദരങ്ങളെ, അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ താമസിക്കുന്നതിന് ജിസിയയുണ്ട്. ഇപ്പറയുന്ന ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് ജിസിയ ഏർപ്പെടുത്തിയാലോ എന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் ഇങ്ങനെ പറഞ്ഞു, മാ ഹും ബിമുസ്ലിമീൻ, മാ ഹും ബിമുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല. വിഗ്രഹാരാധന നടത്തിയവരെ പറ്റിയല്ല സഹോദരങ്ങളെ പറഞ്ഞത് ഹജ്ജിന് സൗകര്യമുണ്ടായിട്ട് അതിന് തയ്യാറാകാതിരിക്കുന്നവരെ കുറിച്ചാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் മറ്റൊരു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന താക്കീതുകളെ നന്നായി അറിയാവുന്നവരാണ് സഹാബാക്കൾ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் പറഞ്ഞു, ഒരാൾക്ക് ഈ സംവിധാനം ഉണ്ടായി എന്നിട്ട് അവൻ ചെയ്തില്ല, അവന്റെ ഇരു കണ്ണുകൾക്കിടയിൽ അടയാളമായി കാഫിർ എന്ന് രേഖപ്പെടുത്തപ്പെടും, നിഷേധി എന്ന് രേഖപ്പെടുത്തപ്പെടും. എന്നിട്ട് ഈ ആയത്തോതി ഒമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ചെറിയ താക്കീതാണോ സഹോദരങ്ങളെ? നമ്മളിപ്പോ ഹജ്ജ് യാത്രയയപ്പിന്റെ വിവിധങ്ങളായ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഹജ്ജിന് പോകുന്നവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. താടി നരയ്ക്കാത്തതിന്റെ പേരിലാണ് തീരുമാനമെടുക്കാത്തത് എങ്കിൽ അതിനൊന്നും അധികം സമയം വേണ്ട കേട്ടോ. ഈ സമ്പത്തും ഈ ശരീര സുഖവും ഒക്കെ അല്ലാഹു തആല പിൻവലിക്കാൻ അധിക സമയം വേണ്ട. കച്ചവടം നോക്കിയിട്ടാണ് തീരുമാനമെടുക്കാതിരിക്കുന്നതെങ്കിൽ പോലും ഇതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന നല്ല തിരിച്ചറിവുണ്ടാകുന്നത് വളരെ നല്ലതാണ്. ആവുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, ചെറുപ്പ സമയത്ത് ബാധ്യതകളൊക്കെ ഒഴിവായി അൽഹംദുലില്ലാഹ് നല്ല വരുമാനമുണ്ട്, ശാരീരികമായും റാഹത്താണ്, പുറപ്പെടാവുന്ന ഏറ്റവും നല്ല സമയം അതാണ് സഹോദരങ്ങളെ. പ്രായമായി കഴിഞ്ഞ് നമുക്ക് പരിചയമില്ലാത്ത കാലാവസ്ഥകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും ചെയ്യാൻ വിചാരിച്ച അമലുകൾ ചെയ്യാൻ പറ്റാതായി പോവും. ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഈ ശരീരം താങ്ങാത്ത അവസ്ഥ വരും. അതിനാരോഗ്യമുള്ള സമയത്ത് തീരുമാനങ്ങൾ എടുക്കും. ഈ പറഞ്ഞതുപോലെ ഉംറ കൊണ്ട് മതിയാക്കാതിരിക്കും, മക്കളുടെ കല്യാണങ്ങളിലേക്ക് ആലോചിക്കാതിരിക്കും, വന്നിട്ട് നന്നായിട്ട് ജീവിക്കണ്ടേ എന്ന് ചിന്തിക്കാതിരിക്കും. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യാൻ തയ്യാറെടുക്കും സഹോദരങ്ങളെ. ഹജ്ജിന്റെ യാത്രയയപ്പുകളിൽ പങ്കെടുക്കുമ്പോൾ സൗകര്യമുണ്ടായിട്ടും പോകാതിരിക്കുന്ന സഹോദരങ്ങളെ ഈ ചിന്തകൾ വേദനിപ്പിക്കണം. എന്നിട്ട് അടുത്ത വർഷം തന്നെ ഹജ്ജിന് അവർ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ചെയ്യാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നവർക്ക് മബ്റൂറായ ഹജ്ജിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചെയ്യാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നവർക്ക് എത്രയും വേഗം അവിടെ എത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.